ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് വലിയ ഒരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്നത്. ഒരു മുഖ്യ പരിശീലകൻ ഇപ്പോൾ ഇല്ല. സ്റ്റാറേക്ക് തൻ്റെ സ്ഥാനം നഷ്ടമായിട്ടുണ്ട്. അതുപോലെ തന്നെ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനങ്ങളിലാണ് ഉള്ളത്. 12 മത്സരങ്ങൾ കളിച്ചപ്പോൾ കേവലം 3 വിജയങ്ങൾ മാത്രമാണ് ഇതുവരെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ആഘോഷിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 7 തോൽവികൾ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ പരിശീലകനായിരുന്ന ഇവാൻ വുക്കുമനോവിച്ച് മലയാളത്തിലെ ഒരു പ്രമുഖ മാധ്യമത്തോട് ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിന്റെ ഈ അവസ്ഥയിൽ തനിക്ക് ദുഃഖമുണ്ട് എന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു. മാത്രമല്ല, ബ്ലാസ്റ്റേഴ്സിലെ ഇപ്പോഴത്തെ ഈ ഒരു സംഭവങ്ങളെ വിലയിരുത്തേണ്ടത് തൻ്റെ ചുമതലയല്ല എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് അറിവില്ലാത്തിടത്തോളം കാലം തനിക്ക് പ്രതികരിക്കാനാവില്ലെന്നും ഇപ്പോൾ ഇവാൻ വുക്കുമനോവിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ബ്ലാസ്റ്റേഴ്സിലെ ഇപ്പോഴത്തെ സംഭവങ്ങളെ വിലയിരുത്തേണ്ടത് എൻ്റെ ചുമതലയല്ല. അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അതേക്കുറിച്ച് പറയാനുള്ള അറിവും എനിക്കില്ല. മാത്രമല്ല, അതേക്കുറിച്ച് പ്രതികരിക്കുന്നത് ഇപ്പോൾ ശരിയല്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും തല ഉയർത്താനുള്ള വഴി ക്ലബ്ബ് കണ്ടെത്തുമെന്നാണ് പ്രതീക്ഷ. മുന്നോട്ടുള്ള ദിനങ്ങളിൽ ടീമിന് എല്ലാ നന്മകളും ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിരുന്ന ഇവാൻ വുക്കുമനോവിച്ച് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ 3 സീസണുകളിലും ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിച്ച പരിശീലകനാണ് ഇവാൻ ആശാൻ. മാത്രമല്ല, 3 തവണയും പ്ലേ ഓഫിൽ എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഒരു തവണ ഫൈനലിൽ എത്തിയിരുന്നു. പക്ഷേ ക്ലബിന് കിരീടങ്ങൾ നേടിക്കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ക്ലബ്ബ് മാനേജ്മെന്റ് കഴിഞ്ഞ സീസൺ അവസാനിച്ചതിന് പിന്നാലെ അദ്ദേഹത്തെ പുറത്താക്കുകയായിരുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.